ഭരണം സ്ഥാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ഈ രൂപത്തിലുള്ള ഇസ്ലാമിന്റെ സാങ്കേതിക ശബ്ദങ്ങളെ മുഴുവനും രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കുകയും അങ്ങനെ പ്രത്യേകമായ അർത്ഥം നൽകിക്കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിൽ നിന്ന് പോവുകയും ചെയ്തു എന്നതാണ് അവർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ തെറ്റ്. മാത്രമല്ല, അത് മൗദൂദിയെ സംബന്ധിച്ചിടത്തോളം മഅസൂമായ മനുഷ്യനെ വിശ്വസിക്കും. അതന്നെ വലിയ പിഴവല്ലേ. മൗദൂദി എന്ന് പറയുന്ന അബുൽ അല മൗദൂദി മഅസൂമാണ്. അതൊക്കെ നിങ്ങൾ പറയാ, വെറുതെ പറയാ വേണ്ട. നിങ്ങൾ കാർക്കൂണിൽ പങ്കെടുത്ത നല്ല മുഖല്ലിദായ ജമാഅത്തുകാരനെ കറകളഞ്ഞ മൗദൂദിയൻ സിദ്ധാന്തം നെഞ്ചിലേറ്റി എടുത്തവരെ വിളിച്ചു ചോദിക്കൂ. എന്താ ചോദിക്കേണ്ടതെന്ന് നിങ്ങള്? അല്ലാഹുവിന്റെ റസൂലല്ലാത്ത മറ്റാരും മഅസൂമാണെന്ന വാദം കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലല്ല, റസൂലുള്ളാഹി മഅസൂം. റസൂലിന് ശേഷമുള്ള എല്ലാവരും മഅസൂമുകളല്ല. 100% പാപം പറ്റും, സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്നില്ല. ശരിയല്ലേ എന്ന്? അതെ. എങ്കിൽ മൗദൂദി സാഹിബിനെ പറ്റി ഒരു തെറ്റ് നിങ്ങളൊന്ന് പറഞ്ഞു തരൂ, ഒരു പിഴവ് നിങ്ങളൊന്ന് പറഞ്ഞു തരൂ എന്ന് ചോദിച്ചാൽ അവർ പറയും അതില്ല. അപ്പൊ മൗദൂദി മഅസൂമ? ഈ വിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആനിനേക്കാൾ പ്രവാചകന്റെ വചനങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയ സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് ബുഖാരി അടങ്ങുന്ന ആ ഹദീസ് ഗ്രന്ഥങ്ങളിലെ അനവധി ഹദീസുകളെ യഥാർത്ഥത്തിൽ പുച്ഛിക്കുകയും പരിഹസിക്കുകയും കാലഘട്ടത്തിന് യോജിക്കാത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുകയും അത് നിർബന്ധിത സാഹചര്യത്തിൽ ഉൾക്കൊണ്ടാൽ പോലും സ്വന്തം ബുദ്ധിക്കനുസരിച്ചുകൊണ്ടും ഇത്തരത്തിലുള്ള ചിന്താധാരകൾ പേറിയവരുടെ ആ ധാരകളിലൂടെയും അതിനെ നീട്ടിപ്പരത്തി വ്യാഖ്യാനിച്ചും പഴച്ചു പോകുന്ന ഒരവസ്ഥാവിശേഷം. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ സലഫുകളിലേക്ക് മടങ്ങണം. മൻഹജ് സലഫ്, സലഫുകളുടെ മാർഗം അത് ഖുർആനും ഹദീസും മനസ്സിലാക്കാനുള്ള ഒരു മെത്തഡോളജിയാണ്. അത് കൈയൊഴിഞ്ഞുകൊണ്ട് ഖുർആനും ഹദീസിലേക്കും സ്വന്തം മടങ്ങിയാൽ പിഴവ് സംഭവിക്കും. അതാണ് അവർക്ക് സംഭവിച്ചത്. അതുകൊണ്ടാണ് സുന്നത്തിനെ അവർ പരിഹസിച്ചത്. അതുകൊണ്ടാണ് ഖുറാഫാത്തുകൾ നടക്കുമ്പോഴും ആ വിധത്തെ ഖുറാഫാത്തുകളെ ശക്തമായി എതിർക്കാൻ ദവാരംഗത്ത് കടന്നു വരാതെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നത്. ആ ഒരവസ്ഥാവിശേഷത്തിലേക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ വീണ്ടും ചില ആളുകൾ കടന്നു പോവുകയാണ്. അതാരാണ്? നമുക്കറിയാം, 2002 ശേഷം ഈ മഹത്തായ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യക്ഷേമവും നമ്മൾ ചെയ്യേണ്ടത്. ഈ രൂപത്തിലുള്ള ഖണ്ഡനങ്ങളും മണ്ഡലങ്ങളും വിമർശനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. നിങ്ങൾ ആലോചിക്കും, കടന്നു വരികയാണ്. കടന്നു വന്ന് അവരെന്ത് ചെയ്തു? പ്രബോധന രംഗത്ത് അമ്പിയാക്കന്മാർ തുറന്ന ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉസുൽ തകിടം മറിച്ചു എന്ന് മാത്രമല്ല, സമൂഹത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി തൗഹീദും സുന്നത്തും ശിർക്ക് ബിദ്അത്തിനെതിരെയുള്ള പടയോട്ടമാണ് നടത്തുന്നത്. അത് മാറ്റിവെച്ചു. എന്നിട്ട് ഹിസ്ബിയത്തിലൂടെ, കക്ഷിത്വത്തിലൂടെ തങ്ങളുടേതായ എതിരാളികളെ ഒതുക്കുവാൻ വേണ്ടി വ്യക്തിഹത്യകളും ശിർക്കാരോപണങ്ങളും അതുപോലെ തന്നെയുള്ള പ്രവർത്തനങ്ങളുമായി കടന്നു വന്ന് തങ്ങൾ ഉദ്ദേശിക്കുന്ന ലൈനിലേക്ക് ഈ ആദർശബോധമുള്ള ഖുർആൻ സുന്നത്തും സലഫുകളുടെ മാർഗമനുസരിച്ച് മനസ്സിലാക്കിയ ആളുകളെ വഴിതെറ്റിച്ചു കൊണ്ടുപോയി. അങ്ങനെ 60ഓളം സ്വഹീഹായ ഹദീസുകൾ പോലും ഞാൻ നിഷേധിച്ചു. അതുകൊണ്ട് എന്ത് ഛേദമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിലുള്ളത് എന്ന് എഴുന്നേറ്റ് ചോദിച്ച ഹദീസ് നിഷേധികളായ ആളുകളെ വരെ ആ സമൂഹത്തിൽ അവർ സൃഷ്ടിച്ചെടുത്തു. ബുഖാരി, സ്വഹീഹ് ബുഖാരിയിലുള്ള ഹദീസുകൾ നടുറോട്ടിൽ പുച്ഛിച്ച് ചവച്ചു തള്ളുന്ന അവസ്ഥ ഉണ്ടായി. സിനിമകൾ ഇറക്കിക്കൊണ്ട് ഇസ്ലാമിനങ്ങേയറ്റം സുന്നത്തിനങ്ങേയറ്റം പരിഹസിച്ചു അവര്. അതുപോലെ തന്നെ കാലഘട്ടത്തിന്റെ അനുയോജ്യമായ ഒരു കാലച്ചയാണ്. ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു സംരംഭമാണ് പത്രം. അതുകൊണ്ട് തന്നെ നമുക്കൊരു ദിനപത്രം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഹുസൈൻ മടവൂരിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? പ്രിയപ്പെട്ടവരെ, കടലിലെ തിരമാലകൾ ഒരുങ്ങിയിട്ട് അത് നിന്നതിന് ശേഷം വഞ്ചി ഇറക്കാൻ പറ്റൂല, അതുകൊണ്ട് എന്തൊക്കെ കോളങ്ങൾ ഉണ്ടായാലും ഇറക്കുക നമ്മൾ വഞ്ചി എന്നും പറഞ്ഞിട്ട് പത്രധർമ്മം നിർവഹിച്ചു. എന്തുണ്ടായി? അവസാനം പത്രങ്ങളിൽ ശിർക്കിന്റെ പരസ്യം വന്നു, അതുപോലെ ആ ദൈവങ്ങളുടെ പരസ്യം വന്നു, അതുപോലെ തന്നെ നീതിയുക്തമല്ലാത്ത വാർത്തകൾ വന്നു, രാഷ്ട്രീയക്കാരുടെ സംസ്കാരങ്ങളെ പോലും രൂപത്തിലുള്ള വൃത്തികെട്ട തേജോപദങ്ങൾ, എഴുത്തുകുത്തുകൾ കടന്നു വന്നു. അങ്ങനെ ആ പത്രധർമ്മത്തിലൂടെ അനവധി ആളുകളുടെ ഊർജ്ജം മുഴുവനും പിഴച്ചു പോകുന്ന അവസ്ഥയിലേക്ക് സഹോദരങ്ങളെ കൊണ്ടുപോയി. ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥാവിശേഷം കടന്നു വന്നപ്പോൾ നമുക്കവരോട് പറയാനുണ്ടായി, നിങ്ങൾ മൻഹജ് സലഫിലേക്ക് തിരിച്ചു വരൂ. അപ്പൊ അവർ പറഞ്ഞെന്താ? മൻഹജ് സലഫ് എന്ന് പറഞ്ഞാൽ, സലഫുകളുടെ മാർഗം എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കേണ്ടതാണെന്നല്ല, മറിച്ചത് 5ാം മദ്ഹബാണ്. മദ്ഹബി തഖ്ലീദിൽ നിന്ന് ആളുകളെ കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഇതാ 5ാം മദ്ഹബാകുന്ന മൻഹജ് സലഫ് എന്ന മദ്ഹബിലേക്ക് കൊണ്ടുവരുന്നു. ആഗോള ഗൂഢാലോചനയാണ്. വിദേശ പണത്തിന്റെ പകിട്ടിൽ കൺമറഞ്ഞു പോയവർ
ഖുറാഫാത്തുകളും അന്ധവിശ്വാസങ്ങളും കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യാനുള്ള ഒരു ചാനലാണ്, അതൊരു മൂർഖൻ പാമ്പാണെന്നൊക്കെ പറഞ്ഞു മൻഹജിനെ പരിഹസിച്ചു. പക്ഷേ പരിഷ്കാരികളായും അതുപോലെ തന്നെ സഹോദരങ്ങളെ ഇവരുടെ വാദങ്ങൾ കേട്ട് അതാണ് ശരിയെന്ന് വിചാരിച്ച ഒരാളുകളെയും നമ്മൾ കൃത്യമായി ഖുർആനിലേക്കും സുന്നത്തിലേക്കും മൻഹജ് സലഫിലൂടെ വിളിച്ചപ്പോൾ, മൻഹജ് സലഫ് എന്നത് നാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പിഴച്ചുപോകും, റൂട്ട് തെറ്റുമെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് അപ്പുറത്തേക്ക് കടന്നുപോയ ആളുകൾ മുഴുവനും ശക്തമായ രൂപത്തിൽ എന്ത് ചെയ്തു? കടന്നു വന്നു, പറന്ന് പന്തലിച്ച് പുഷ്പിച്ച് കായ്ച്ചു. കഴിഞ്ഞ 80 വർഷങ്ങളില്ലാത്ത ഉജ്ജ്വലമായ ഒരു കൃത്യമായ അവസ്ഥാവിശേഷം ഇവിടെ ഉണ്ടായി. പക്ഷേ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരവസ്ഥയിലൂടെ മുന്നോട്ട് പോയപ്പോൾ വീണ്ടും ഈ സമൂഹത്തിൽ അഥവാ ഈ ഖുർആനും സുന്നത്തും സലഫുകളുടെ മാർഗമനുസരിച്ച് പ്രബോധനം ചെയ്യുന്ന ഈ നല്ല കൂട്ടായ്മയിൽ എന്തായി? വീണ്ടും പുഴുക്കുത്തുകളേൽക്കാൻ തുടങ്ങി, അസ്വാരസ്യങ്ങൾ കടന്നു വന്നു. ചില സ്വാർത്ഥ താല്പര്യമതികൾ അവരുടേതായ ചില ഉദ്ദേശത്തിനനുസരിച്ച് ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തെ തിരിക്കാൻ തുടങ്ങി, ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതിന്റെ ഭാഗമായി ഖുർആനും സുന്നത്തുമാകുന്ന ആധാരത്തിലൂടെ സ്ഥിരപ്പെട്ട വിഷയങ്ങൾ പോലും അത് ഒതുക്കി വെക്കണം, അത് മാറ്റിവെക്കണം, അതൊരിക്കലും ഈ സമൂഹത്തിൽ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പല വിഷയങ്ങളും തള്ളിക്കളഞ്ഞു. പക്ഷേ ഈ വിജ്ഞാനത്തിന്റെ വിസ്ഫോടനം ഈ സൈബർ യുഗത്തിൽ, ഇന്റർനെറ്റ് യുഗത്തിൽ ആരൊക്കെ എന്തൊക്കെ വായും കയ്യും കണ്ണും പൊത്തിവെച്ചാലും അത് തടുക്കാൻ കഴിയാത്ത വിധം ഇൽമിന്റെ അണക്കെട്ടുകൾ പൊട്ടി അതൊക്കെ ആളുകൾ പഠിക്കാൻ തുടങ്ങി. പഠിച്ചു ബോധ്യപ്പെട്ടാൻ തുടങ്ങിയപ്പോൾ എന്തായി? ഇവരും യഥാർത്ഥത്തിൽ പോകുന്നത് സലഫിയത്ത് വിട്ടുകൊണ്ടുള്ള റൂട്ടിലേക്കാണ് എന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ ബോധ്യപ്പെട്ട് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ രംഗത്ത് വന്നതോടുകൂടി എന്ത് വന്നു? തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി. അവിടെ പറയാൻ പാടില്ല, ഇവിടുത്തെ പറയാൻ പാടില്ല, മുമ്പ് വിളിക്കാൻ പാടില്ല, അങ്ങനെ ആക്കാൻ പാടില്ല, ഇങ്ങനെ ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സ്റ്റേറ്റിൽ നിന്ന് സർക്കുലർ താഴേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ സർക്കുലർ വന്നുകൊണ്ട് നിയന്ത്രണങ്ങൾ വന്നപ്പോഴും സലഫി മൻഹജ് എന്ന ആദർശ രീതിശാസ്ത്രം അത് നെഞ്ചിലേറ്റിയ മുവഹ്ഹിദുകളെ തടയാൻ കഴിഞ്ഞില്ല. അവരെന്ത് ചെയ്തു? ആ വലയങ്ങളൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് നിരുപാധികം ദഅവത്തുമായി രംഗത്ത് വന്നു. അപ്പൊ പിന്നെ അവർക്കും സർക്കുലർ വരാൻ തുടങ്ങി. അങ്ങനെ സഹോദരങ്ങളെ വെട്ടി നികത്തിയെങ്കിലും ഹൃദയത്തിൽ നിന്ന് ആദർശത്തെ മാറ്റാൻ സാധിച്ചില്ല. സംഘടനാ സംവിധാനത്തിൽ നിന്നാണ് പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിച്ചത്. അത് എന്താണെന്നറിയോ നിങ്ങൾ? ഈ കേരളത്തിന്റെ ഒരു വലിയ ശാപം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഈ കാലഘട്ടത്തിലും ഈ സംസ്കാരം ഏത് മതസംഘടനകളാകട്ടെ, രാഷ്ട്രീയ സംഘടനകൾ സ്വീകരിച്ച ലൈനുണ്ട്. ആ ലൈന് രാഷ്ട്രീയക്കാരെ പോലെയും മറ്റു മതസംഘടനകളെ പോലെയും നമ്മൾ സ്വീകരിക്കാൻ പാടില്ലാത്ത രീതിയായിരുന്നു. പക്ഷേ ഇന്ത്യ രാജ്യത്തിന്റെ പശ്ചാത്തലം അനുസരിച്ച് നമ്മൾ സ്വീകരിച്ചു പോകുന്ന രീതി 1924 ശേഷം കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ രൂപീകരിച്ച് തിരിഞ്ഞു പോകുന്നതിന് ശേഷം പിന്നീട് പണ്ഡിതന്മാരുടെ കീഴിൽ കേരളത്തിലെ ഈ ആളുകളെ നിയന്ത്രിക്കുന്ന നല്ല ഒരു കൂട്ടായ്മ തന്നെ ഇവിടെ ഉണ്ടായപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ എന്തുണ്ടായിരുന്നില്ല? സംഘടനാ വലയങ്ങൾ ഉണ്ടായിരുന്നില്ല. കേൾക്കാൻ പോകരുത്, അറിയാൻ പോകരുത്, അതുപോലെ തന്നെ നിയന്ത്രണങ്ങൾ, ഇന്നലെ പറയാവോ, ഇന്നത് പറയാൻ പാടില്ല, ഇന്നയാളെ വിളിക്കാൻ പാടില്ല, ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് വളരെ വ്യാപകമായി ദഅവത്ത് മെമ്പറുകളിലും പൊതുവേദികളിലും തസ്കിയത്തുകളിലും ഒഴുകിയിരുന്നു. പക്ഷേ സംഘടനാ സംവിധാനങ്ങൾ കടന്നു വന്നതോടുകൂടി പിന്നീട് എന്തായി? സംഘടനയ്ക്ക് വേണ്ടി അമിതമായ പ്രാധാന്യം, അപ്രമാദിത്വം നൽകി ആദർശത്തിനെ ഒന്ന് കുറച്ചു കണ്ടു. അപ്പൊ സംഘടന സംരക്ഷിക്കുക, സംഘടനയുടെ തീരുമാനങ്ങൾ പരിഗണിക്കുക എന്നിടത്തേക്ക് ചിന്ത പോയി. അപ്പൊ എന്തായി? ചിന്ത പോയപ്പോ ആദർശ പ്രതിബദ്ധതയും സംഘടനാ പ്രതിബദ്ധതയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട മുവഹ്ഹിദുകൾ തന്നെ ആദർശ പ്രതിബദ്ധത വിട്ടു, സംഘടനാ പ്രതിബദ്ധതയിലേക്ക് മൂക്കുകൂട്ടി. അങ്ങനെ മൂക്കുകുത്തുമ്പോൾ സ്വാഭാവികമാണ് സംഘടനയുടെ കീഴിൽ നിന്ന് ഹക്ക് തുറന്നു പറയുന്ന ആളുകൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവും, ആരോപണങ്ങൾ ഉണ്ടാവും. അങ്ങനെ അവിടെ നിന്നിട്ട് ആരോപണങ്ങൾ തുടങ്ങിപ്പോകുന്നതാണ് ഒരു കാലഘട്ടത്തിൽ. ഇന്നും പ്രിയപ്പെട്ടവരെ ഈ ആരോപണം തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കാം. ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മത്തി വാഹിരീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ്. അന്ത്യനാൾ വരെ ഹക്കിന്റെ മാർഗത്തിൽ ഒരു ന്യൂനപക്ഷം എപ്പോഴും നിലനിന്നുകൊണ്ടേയിരിക്കും. അത് ഒരിക്കലും തന്നെ ഒരു ജനകീയ കൂട്ടായ്മയാവുകയില്ല, ഈ സമൂഹത്തിൽ വലിയൊരു ഭൂരിപക്ഷമാവുകയില്ല. അത് ഉറബാകളാണ്. ആ അപരിചിതരായ ആളുകൾക്കാണ് റസൂലുള്ള മംഗളം നേർന്നത്. ആ ക്വാളിറ്റിയുള്ള ആ രൂപത്തിൽ തനതായ ആദർശം മനസ്സിലാക്കി
ആ മനഹജിലൂടെ ഉസൂലിലൂടെ തർബിയത്തും തസ്കിയത്തും കിട്ടുന്ന ഒരു ജനപദത്തെയാണ് സഹോദരങ്ങളെ നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. പക്ഷേ ഇവിടെ സ്വാർത്ഥമതികളും അഹങ്കാരികളും കിബറും പേരും പൊങ്ങച്ചയും പകവും അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള വൈരാഗ്യവും ഇൽമു കൂടുതൽ ലഭിച്ചവനോട് ഇൽമു കുറഞ്ഞവനുള്ള വെറുപ്പും വിദ്വേഷവും ഇതെല്ലാം കൂടെ കടന്നു വന്ന് ഹൃദയം യഥാർത്ഥത്തിൽ മലീമസപ്പെട്ടു. അവ ശക്തമായ പൈശാചിക സ്വാധീനം കടന്നു വന്നു. അതിന്റെ ഭാഗമായി എന്ത് ചെയ്തു? ഈ സംഘടനാ വലയത്തിലൂടെ ഈ കാര്യങ്ങളൊക്കെ തടയാൻ തുടങ്ങി. അതാണ് നമ്മൾ കൃത്യമായി ഇപ്പോൾ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ്? വളരെ കൃത്യമായി ബഹുമാനായ നമ്മുടെ ഫൈസൽ മൗലിയെ പോലെയുള്ള ആളുകൾ, അതുപോലെ സക്കരിയ സാഹിയെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ടി കെ അഷ്റഫിനെ പോലെയുള്ള ആളുകൾ, ഇവരെല്ലാം ഈ സമൂഹത്തിന് വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണെന്ന്. ഇപ്പോ ഈ സംഘടനാ സംവിധാനത്തിലൂടെ പിരിമുറുക്കി ആദർശ പ്രബോധനത്തെ സലഫിയത്തിനെ തടഞ്ഞുവെച്ച് പരമാവധി തങ്ങളുടെ അധികാരം കരസ്ഥമാക്കാനുള്ള കോക്കസ് സംവിധാനങ്ങൾ അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ കോക്കസ് ഉണ്ടായാലുള്ള അപകടം എന്താ? ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ഈ ഇലക്ഷൻ സംവിധാനത്തിലൂടെ സഹോദരങ്ങളെ ജില്ലയും സംസ്ഥാനവും അതുപോലെ യൂണിറ്റും ഒക്കെ ഉണ്ടാകുന്ന ഈ സംവിധാനത്തിൽ ഇവിടെ ചില ആളുകൾ കയറിക്കൂടിയാൽ സ്വാഭാവികമാണ് ഓല് മരിക്കുന്നത് വരെ നേതാക്കന്മാരാകാൻ ആഗ്രഹിക്കും. ആ ആഗ്രഹിക്കുന്ന ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ രൂപത്തിൽ തന്റെ ഇഷ്ടപ്പെട്ട ആളുകളെ യൂണിറ്റിൽ നിന്ന് മണ്ഡലത്തേക്ക് കയറ്റി, മണ്ഡലത്തിൽ ജില്ലയിലേക്ക് കയറ്റി, അങ്ങനെ ജില്ലയിൽ ഇലക്ഷനിലൂടെ സ്റ്റേറ്റ് നേതാവും ജില്ലയിലാവും. അങ്ങനെ സ്വാഭാവികമാണ് അവർ കുറെ കാലം മുന്നോട്ട് പോകുമ്പോൾ സ്വാർത്ഥത കടന്നു വരും. നിസ്വാർത്ഥമായ മനസ്സുള്ളവർക്ക് വീണ്ടും സലഫിയത്തിന് വൈദ്യമാറും, വീണ്ടും അവർക്ക് ഇത്തരത്തിലുള്ള പോരായ്മകളൊക്കെ വരും. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് രക്ഷപ്പെടാൻ നിർബന്ധമായും അത്തരത്തിലുള്ള സെറ്റപ്പിൽ ഒരു എഡിറ്റിംഗ് നിർബന്ധമായും വേണം എന്ന് എല്ലാവരും അത് കൂട്ടമായി ചിന്തിക്കുന്നു. കാരണം ഈ കാലഘട്ടത്തിൽ ഈ സംവിധാനം നമുക്ക് ദുരന്തമാണ് വരുത്തിയത് എന്ന് നമ്മൾ രാഷ്ട്രീയക്കാരോട് പറയാൻ, രാഷ്ട്രീയം മതവുമായി ബന്ധപ്പെട്ട മേഖലയല്ല, മതസംഘടനകളോട് ഞങ്ങൾ പറയാൻ നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ട സംവിധാനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ പണ്ഡിതന്മാർ കൃത്യമായി ദീൻ പറയണം, അത് പഠിപ്പിച്ചു കൊടുക്കണം, അതിനുള്ള കൂട്ടായ്മകൾ ഉണ്ടാകണം, അവരെ സഹായിക്കുന്ന ഉമറാക്കൾ ഇവിടെ ഉണ്ടാകണം. ആ ഉമറാക്കളിലൂടെ നാട്ടിൽ ദഅവത്ത് നടക്കണം. പക്ഷേ സംഘടനാ സംവിധാനം വേണ്ടേ? സംഘടന തിന്മയാണോ? ഒരിക്കലുമല്ല. സംഘടന തിന്മ എന്ന് പറയുന്ന ആളുകൾക്ക് ഒരുപാട് തിന്മകൾ, 1000 തിന്മകളുണ്ട്. പക്ഷേ സംഘടന എന്ന് പറയുന്ന സംവിധാനം ആദർശത്തിനേക്കാൾ കൂടുതൽ ഈ രൂപത്തിൽ പരിചരിക്കുവാനും പരിരക്ഷിക്കുവാനും വേണ്ടി തരത്തിലുള്ള മുന്നോട്ട് പോകുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടെങ്കിലോ അതിലും ഒരുപാട് തിന്മകൾ കടന്നു വരും. അതുകൊണ്ട് ആ തിന്മയിൽ നിന്ന് പൂർണ്ണമായും രക്ഷപ്പെട്ട് നമുക്ക് നല്ല ഒരു ദഅവാരംഭം ഉണ്ടാകാൻ ഇപ്പോൾ കണ്ടങ്ങൾ ദഅവാ സംഘം, ആദർശ സംഘം, സലഫി കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്രദേശത്ത് നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല തഖ്വയുള്ള പ്രാസംഗിക പണ്ഡിതന്മാര്, പ്രവർത്തകര്, നേതാക്കന്മാര്, അവരെ കൂടെ നമ്മൾ ഒരുമിച്ച് നിന്നിട്ടുണ്ടല്ലേ. മുഖാമുഖങ്ങൾ, സംവാദങ്ങൾ, അതുപോലെ തന്നെ പൊതുപരിപാടികൾ, മറുപടി പ്രസംഗങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്. നോക്കിങ്ങൾ പഴയ കാലത്ത് നമ്മുടെ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചെന്ന രീതിയിലൂടെ ഇപ്പൊ അത് മുന്നോട്ട് പോകുക. അതിന്റെ അർത്ഥം എന്താ? നമുക്ക് സംഘടനാ സംവിധാനം വേണ്ടതല്ല, നമുക്കിപ്പോ പേരിന് കേന്ദ്രമുണ്ട്, കേജയുമുണ്ട്. നമ്മൾ ദഅവത്ത് നടത്താൻ മുന്നോട്ടിറങ്ങുക. ആ മുന്നോട്ടിറങ്ങുമ്പോൾ ആ നാട്ടിലുള്ള പ്രവർത്തകർ ആർജവത്തോടുകൂടി ദഅവത്തുകൾ നടത്തിയെന്നെ ആ നടത്താൻ വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ നമുക്കൊരു സ്ഥലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ കൂടി പിന്നെ അത് തീരുമാനിച്ചിട്ട് ഇന്ന് CP സലീമിനെ വിളിക്കണം, നാളെ അടുത്ത ആഴ്ച സക്കരിയ സുലാഹിയെ വിളിക്കണം, അടുത്ത ആഴ്ച ബാലുശ്ശേരിയെ വിളിക്കണം എന്ന് തീരുമാനിക്കുക. അൽഹംദുലില്ലാ അതങ്ങ് അംഗീകരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മുപ്പരെ വിളിക്കാൻ പാടില്ല, ഇയാളെ വിളിക്കാൻ പാടില്ല, അയാൾക്ക് ശൈലി ദോഷമാണ്, ഇയാളെ ശൈലി മോശമാണ്, ഇയാൾ കഴിച്ചു പൊടിയുന്ന ആളാണ്. ഇതൊന്നും ഇനി നമ്മൾക്കിടയിൽ കേൾക്കാനേ പാടില്ല. ഞാനൊരു ഉപദേശമായി എന്നോടെന്ന പോലെ പറയാം. അങ്ങനെ ഒരവസ്ഥാവിശേഷം വരുന്നത് ഈ സംഘടനാ സെറ്റപ്പ് ഈ രൂപത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോഴാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തണം, സമൂഹത്തിൽ സംഗതി ക്ലിക്കാകണം, അതുകൊണ്ട് അങ്ങനെ ആകണം എന്നൊരു ലൈൻ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു അവസ്ഥാവിശേഷം വരിക. പക്ഷേ അൽഹംദുലില്ലാ അത്തരത്തിലുള്ള അവസ്ഥാവിശേഷം ഇല്ല. ഇപ്പൊ നമ്മൾ കല്ലും നെല്ലും വേർതിരിക്കാൻ കഴിയുന്ന കൊശവന്റെ കയ്യിലെ മണ്ണ് പോലെയാണ് നമുക്ക് ഈ രൂപത്തിൽ പാകപ്പെടുത്താം. അതുകൊണ്ട് ഇവിടെയുള്ള പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, ഈ ശബ്ദം കേൾക്കുന്ന നാട്ടിലെ ഓരോ പ്രവർത്തകരോടും പറയാനുള്ളത്, ആരൊക്കെ നമ്മളെ തടഞ്ഞാലും ഖുർആനും സുന്നത്തും അനുസരിച്ച് സലഫുകളുടെ മാർഗത്തിലൂടെ ഒരു പ്രബോധനം നടത്താനുള്ള സംരംഭം നടത്താനുള്ള ആർജവും നട്ടലും ഒക്കെ വേണം. അവിടെ ആരും തടയാൻ പാടില്ല. അതാണ് കൃത്യമായ രീതി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ദീനായി നൽകിയിട്ടുള്ള ഈ കാര്യങ്ങൾ അത് നമ്മൾ പൂർണ്ണമായി നമ്മൾ സ്വീകരിക്കണം. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? അല്ലാഹു റസൂൽ പറഞ്ഞല്ലോ, ലാ യുഅ്മിനു അഹദുകും മത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിഹി വലദിഹി വന്നാസി അജ്മഈൻ. അല്ലാഹു തആല പറയുന്നു, റസൂൽ പറയുന്നു, ഞാൻ എന്നെ നിങ്ങളുടെ സമ്പത്തിനേക്കാൾ, നിങ്ങളുടെ സന്താനേക്കാൾ, നിങ്ങളുടെ രക്ഷിതാക്കളെക്കാൾ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായി സ്നേഹിക്കണം.
അപ്പോഴാണ് നിങ്ങൾ മുസ്ലിം ആകാം, മുഅ്മിനാകാമോ? ആ സ്നേഹിക്കുന്നതിന്റെ ഭാഗം എങ്ങനെയാണ്? റസൂലുള്ളാഹി തആലയുടെ പേരിൽ ഇല്ലാത്ത ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഉണ്ടാക്കലാണോ? അല്ല, മറിച്ച് മൻ അഹബ്ബനി സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. ആര് എന്റെ സുന്നത്തിനെ സ്നേഹിക്കുന്നു അവർ എന്നെ ഇഷ്ടപ്പെട്ടു. ആ എന്നെ സ്നേഹിച്ച ആളുകൾ എന്നോടൊപ്പം എന്താണ്? നാളെ സ്വർഗത്തിലാണ്. അപ്പോ ആ സ്വർഗത്തിൽ റസൂലുള്ളാഹി തആലയുടെ കൂടെ പോകാൻ, മഹാന്മാരായ ആളുകളുടെ കൂടെ പോകാൻ ഈ മഹത്തായ ആദർശ പ്രബോധനം നമ്മൾ നിർവഹിക്കണം. നമ്മളല്ലാതെ ആരും ഇത് നിർവഹിക്കല്ല സഹോദരങ്ങളെ. അതിനുള്ളൊരു ഭൗതിക ഉപകരണം മാത്രമാണ് ഈ സംഘടന. കൊടയിൽ ഒതുങ്ങാത്ത വഴി നമുക്ക് വേണ്ട, കൊടയിൽ ഒതുങ്ങാത്ത വഴി നമുക്ക് വേണ്ട, വീടിനേക്കാൾ വലിയ പഠിപ്പുര നമുക്ക് വേണ്ട. അതെന്താ? അങ്ങനെ പഠിപ്പുരായാൽ പിന്നെ പോകും, പഠിപ്പുരയ്ക്ക് വേണ്ടിയുള്ള കരിപിടിയാവും, പഠിപ്പുര ഉണ്ടാക്കാനുള്ള പ്രശ്നമാവും, വീടായി പോയി. അതുകൊണ്ട് ആദർശ സംരക്ഷണത്തിനുള്ള ഒരു ഭൗതിക ഉപകരണം, ആ ഉപകരണത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അത് കൂടി എന്ന് ആലോചിക്കണം. ഇപ്പൊ സലഫി പണ്ഡിതന്മാരോട് നമ്മുടെ കേരളത്തിന്റെ പശ്ചാത്തലങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തുകൊണ്ട് അവിടുന്ന് ഒരു നിർദ്ദേശം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പുനഃക്രമീകരണ സംവിധാനം ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല കേരളത്തിൽ നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ ഉണ്ടായാൽ ഇവിടെ യഥാർത്ഥത്തിൽ ഫോക്കസുകൾ ഉണ്ടാവുകയില്ല. അങ്ങനെ ഉണ്ടായാൽ ഈ രൂപത്തിൽ സ്വാർത്ഥമതികൾ ഉണ്ടാവുകയില്ല. അങ്ങനെ ഉണ്ടായാൽ നേതൃത്വത്തിൽ കാലബലിയില്ലാത്തൊരവസ്ഥാവിശേഷം ഉണ്ടാവുകയില്ല. മറിച്ച് നല്ല നല്ല ആളുകൾ ഈ ആദർശ രംഗത്ത് പ്രവർത്തിച്ച് ഉജ്ജ്വലമായ നേതൃത്വം നൽകുമ്പോൾ അവർക്കൊരു പരിധി നിശ്ചയിച്ചാൽ അത് കഴിഞ്ഞ് അവർക്ക് ഇറങ്ങി അടുത്ത ടീമാണ് കയറുമ്പോൾ അവരെ പൂർണ്ണമായി ഇവരും പിന്തുണക്കും. അപ്പൊ സ്വാർത്ഥത, അഹങ്കാരം, കിബിറ്, പോര്, അസൂയ ഇതൊക്കെ എടുത്തു പോകും. ഇതായിരുന്നു ഖലീഫമാരുടെ സംസ്കാരം, ഇതായിരുന്നു അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ സംസ്കാരം. 700 നൂറ്റാണ്ട് വരെ ഇസ്ലാമിക ലോകത്ത് ഉജ്ജ്വലമായ രാഷ്ട്രങ്ങൾ തിളങ്ങി നിന്നത് ഈ രൂപത്തിലുള്ള ഒരു കൃത്യമായ കാഴ്ചപ്പാടിലൂടെയായിരുന്നു. നിങ്ങൾക്കറിയില്ലേ മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്ര താളുകളിൽ നമുക്കൊരു കാണാം. അതാണ് സ്വീകരിക്കേണ്ട നിലപാട്. എന്താ? മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു പങ്കെടുക്കുന്ന സകല യുദ്ധങ്ങളും വിജയിക്കുന്നു എന്ന ഒരു പ്രചരണം നമ്മുടെ നാട്ടിലുണ്ടായി. എന്താണ്? പ്രചരണം തന്നെ നാട്ടിലുണ്ടായി. അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ പ്രത്യേകമായി പരിചരിച്ച് അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന അവസാനം എന്താവും? അങ്ങനെ കയറിപ്പോയ ആ വ്യക്തിക്ക് തന്നെ പരലോകം നഷ്ടപ്പെടും. അതുകൊണ്ട് സ്നേഹിച്ചുകൊണ്ടാണ്, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയല്ല, അധികാരത്തിന്റെ സോപാനത്തിൽ കയറിയുന്ന മറ്റുള്ളവരുടെ കുതികാൽ വെട്ടിയതല്ല, ശിർക്ക് ആരോപിച്ച് പോലെ സൈഡാക്കാനല്ല, മറിച്ച് ഖാലിദ് റളിയല്ലാഹു അൻഹു സൈന്യവും ഒരു യുദ്ധത്തിന് പോകുമ്പോൾ യുദ്ധം അതിന്റെ വിജയ ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിന് വേണ്ടി പരമാവധി പരിശ്രമിച്ച ഖാലിദ് റളിയല്ലാഹു അൻഹു ഒരു ദൂതൻ കത്തുമായി വന്നു. കത്തുകനെ നോക്കി, ഖാലിദ് താങ്കളെ സർവ്വ സൈന്യാധിപ സ്ഥാനത്ത് നിന്ന് ഉമറാകുന്ന അമീർ മാറ്റിയിരിക്കുന്നു. അവിടെ ആ കൂട്ടത്തിലുള്ള വളരെ നിസ്വാർത്ഥമായ നല്ല നിപുണതയുള്ള മറ്റൊരാൾ, അയാളെ പേര് പറഞ്ഞു, അയാളെ സ്ഥാനത്തിലേക്ക് കയറ്റണം. ഖാലിദ് റളിയല്ലാഹു അൻഹു അത് മടക്കി വെച്ചു. അരപ്പട്ടയിൽ തിരികെ ശക്തമായ യുദ്ധരംഗത്തേക്ക് ഇറങ്ങി ഒരു സാധാരണ ഭരണ പോലെ യുദ്ധം വിജയിപ്പിച്ചു. അൽഹംദുലില്ലാഹ്. യുദ്ധം കഴിഞ്ഞ് ആളുകൾ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, അമീറിന്റെ കത്തുണ്ട്, അമീർ മുന്നിൽ കത്തയച്ചിട്ടുണ്ട്, ഇനി സൈന്യനായകൻ ഇന്നാളാണ് എന്നെ ആ സ്ഥാനത്തിറക്കിയുണ്ട്. ഉടനെ തന്നെ അവിടെ 2 ഗ്രൂപ്പായി. ഒരു ടീം പറഞ്ഞു, ഖലീഫ ഒരു ചോദ്യം ചെയ്യാതെ അല്ലെങ്കിൽ വിളിച്ചു വരുത്താതെ അല്ലെങ്കിൽ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു നാട്ടിലേക്ക് എത്തിയിട്ടെങ്കിലും ഒരു കൂടിയാലോചന ഇല്ലാതെ പിരിച്ചുവിട്ടത് ശരിയായില്ല. ഖലീഫയുടെ തീരുമാനം അത് ഖുർആനും സുന്നത്തിനും സലഫുകളുടെ മനഹജിനും എതിരാകാത്തിടത്തോളം കാലം നിരുപാധികം അനുസരിച്ചോണം, ഒരു സംശയം വേണ്ട. അവസാനം എന്തായി? ഖാലിദ് റളിയല്ലാഹു അൻഹു, എന്റെ പേരിൽ നിങ്ങൾ ആരും തർക്കിക്കണ്ട, എന്റെ പേരിൽ നിങ്ങൾ ആരും തിരിഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു, നാഥ നീ എന്നെ ഒരു സർവ്വ സൈന്യാധിപ സ്ഥാനത്തേക്ക് ഉയർത്തിയപ്പോഴും നിന്റെ തൃപ്തിക്ക് വേണ്ടി നിന്റെ സന്നിധിയിലുള്ള ആ ഉജ്ജ്വലമായ സ്ഥാനത്തിന് വേണ്ടിയാണ് ഞാൻ ആ പദവി ഏറ്റെടുത്തത്. റബ്ബേ, നീ എന്നെ ഒരു സാധാരണ മകനായി താഴ്ത്തിയപ്പോഴും നാഥാ നിന്റെ ഇഷ്ടമാണ്, അവിടുത്തെ നിന്റെ പരിഗണനയാണ്, എനിക്ക് വേണ്ടത് ഇവിടുത്തെ സ്ഥാനമല്ല, പരിഗണനയല്ല. നോക്കി നിങ്ങൾ, ഇതാണ് കൃത്യമായ ഇഖ്ലാസ്. ഈ ഒരു ഇഖ്ലാസ് കടന്നു വന്നത് എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? ദീൻ കൃത്യമായി ഉൾക്കൊണ്ടു എന്നതുകൊണ്ടാണ്. ഹൃദയത്തിൽ ഒരു തരിമ്പും എവിടെയും കാപട്യം ഒളിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള അവസ്ഥാവിശേഷമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ മള്ളിപ്പിടിച്ച് ആ രൂപത്തിൽ ഇങ്ങനെ നിന്ന് ഒരു പ്രത്യേകമായ ഒരു നാട്ടില് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ഞാൻ പറയുന്ന രൂപത്തിലാകണം. ഇരിക്കുക, അങ്ങോട്ട് പോയി അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോവുക, അങ്ങനല്ല. ഉപദേശം നൽകാം, നിർദ്ദേശം നൽകാം, കൃത്യമായിട്ട് ദീനായ കാര്യങ്ങൾ അത് സ്വീകരിക്കുന്ന വേണം.
എന്നാൽ ദീനിനെതിരായിട്ടോ ഒരു ദീനി സംരംഭം മുടക്കുന്ന ഏതെങ്കിലും ഒരു കുബുദ്ധിത്തരത്തിന്റെ ഭാഗമായിട്ടോ ആരെങ്കിലും അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയുമായി രംഗത്ത് വന്നാൽ നമുക്ക് പറയാനുള്ളത് ഓനോടുള്ള എല്ലാ ബഹുമാനം നിലർത്തിയിട്ട് ഓനെ മാറ്റുക. നമ്മളെ ദീൻ ലാഭത്തേക്ക് മുന്നോട്ടാണ് പോവുക. ഒന്നും സംഭവിക്കൂല. നമുക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീകളെ, ദീനിലുള്ളത് തുറന്ന് പറയാൻ, നിയന്ത്രണ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഒരു നല്ല അന്തരീക്ഷം ഈ കേരളത്തിൽ സലഫി സംഘടനകൾക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി വിഷയങ്ങൾ ഓരോന്നും 100% പൂർണ്ണമായി ഉൾക്കൊണ്ടവർക്ക് കൃത്യമായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അസ്വസ്ഥതകളുമായിട്ട് അങ്ങനെ തിരിഞ്ഞു പോകേണ്ടി വരും, അല്ലെങ്കിൽ മുരടിച്ചു പോകേണ്ടി വരും. അല്ലെ, ഇപ്പൊ റുഖിയ ശറഈയുടെ വിഷയം പറയുകയാണെങ്കിൽ ഈ സമൂഹത്തിൽ ശിർക്കിലേക്ക് പോകുന്ന ഏറ്റവും വലിയ വിഷയം നമ്മളോട് അവതരിപ്പിച്ചു. മാലകൾ, മൗലിദുകൾ, തവസ്സുലിന്റെ പേരിൽ, ഇസ്തിഹാസയുടെ പേരിൽ തെറ്റായ വിശ്വാസങ്ങൾ, മാത്രമല്ല ഖബറുകൾ കെട്ടിയുയർത്തപ്പെട്ടു, മാത്രമല്ല അമ്പലങ്ങളിലേക്കും ആൾദൈവങ്ങളുടെ അരികിലേക്കും വരെ പോകുന്ന മുസ്ലിം സമുദായങ്ങളുടെ അകന്ന് ആ രൂപത്തിൽ ശിർക്കിലേക്ക് അവർ പോയപ്പോൾ അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത്, അവന്റെ കൃത്യമായ ഖുദ്റത്ത്, അവന്റെ കൃത്യമായ ഇസ്മത്ത്, അവന്റെ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും റബ്ബിന്റെ മഹത്വവും നമ്മൾ ഖുർആൻ ഓതി, ആയത്തോതി, ഹദീസ് ഓതി പഠിപ്പിച്ചു. ആളുകൾ അല്ലാഹുവിലേക്ക് വന്നു, ദീനിലേക്ക് വന്നു. കൃത്യമായി ഇരുട്ടിന്റെ അന്ധകാരത്തിന്റെ കരാളാസ്ത്രങ്ങൾ വേദിച്ചുകൊണ്ട് അവർ കടന്നു വന്നു. പക്ഷേ ആ ആളുകൾക്ക് ഇസ്ലാമിന്റെ പൂർണ്ണമായ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ ഇടക്കാലത്ത് സലഫി മൻഹജ് വലിച്ചെറിഞ്ഞ് ഹദീസുകളെ നിഷേധിച്ചുകൊണ്ട് സമൂഹത്തിന്റെ ഒഴുക്കിനൊത്ത് ഒഴുകണം, അല്ലെങ്കിൽ വെറുപ്പുള്ളതും സമൂഹത്തിൽ ഇപ്പൊ പറയാൻ പറ്റാത്തതും എന്ന് പറഞ്ഞ് ചില വിഷയങ്ങൾ ബോധപൂർവ്വം ഒരുക്കി വെച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? മുജാഹിദുകളായ ആളുകൾ വരെ ഈ തൗഹീദിൽ ശക്തമായി നിലനിന്നവർ, അല്ലെ, പിന്നെ ഒരു ജാറത്തിന് മുമ്പിലേക്ക് ആരെങ്കിലും നിർബന്ധിച്ചു കൊണ്ടുപോയാൽ ഒരിക്കലും ആ ജാറം മൂടില്ല എന്ന് ശക്തമായി പറയുന്ന ആളുകൾ വരെ ശിർക്കിന്റെ വഴികളിലേക്ക് അറിഞ്ഞും അറിയാതെയും വഴിതെറ്റിപ്പോവുക. നമ്മൾ നേരിട്ട് അറിയുന്നതും അറിയാത്തതുമായ ആളുകൾ ഉണ്ടാകും. എന്താ കാരണം? ആ വകുപ്പ് പോലും നമ്മൾ പറഞ്ഞു കൊടുക്കാൻ മടിച്ചു നിന്നു. എന്താണത് വകുപ്പ്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലെയുള്ള ആളുകൾ, ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ഇബ്നു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പോലെയുള്ള ആളുകൾ, മുൻഗാമികളായ സലഫി പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ തൗഹീദ് വിശദീകരിച്ച കൂട്ടത്തിൽ 4, 5, 6, 7, 8 അധ്യായങ്ങളായി വിശദീകരിച്ച വിഷയം ഇവിടെ ബോധപൂർവ്വം മറച്ചു വെക്കപ്പെട്ടു. എന്താ? ഈ ജിന്ന് പിശാച് സിഹ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യനെ നാനാഭാഗത്തുനിന്നും വസുവാസികൾക്കപ്പുറം പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മനുഷ്യനെ വഴിതെറ്റിപ്പിക്കുന്ന ഈ ഉപദ്രവകാരികൾ, അവരെ പൂജിക്കുന്ന, അവരെ ആരാധിക്കുന്ന, അവരുമായിട്ട് ഇടപെടുന്ന, സുഖമെടുക്കുന്ന ജ്യോത്സ്യന്മാര്, പണിക്കന്മാര്, അസ്മാദ് തൽസമാത്തിന്റെ ആളുകൾ എന്നൊക്കെ പറയും. ഇസ്മിന്റെ പണിക്കാരിതാ പറയാം. അതുപോലെയുള്ള ഭീതിമാര്, ഹിന്ദുമമാര്, എല്ലാ കേന്ദ്രങ്ങളും എന്ത് ചെയ്തു? ഇത്തരത്തിലുള്ള പാമരായ ആളുകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. കാരണം സിഹ്ർ വഴി, കണ്ണേർ വഴി പിശാചി ശരീരത്തിൽ പ്രവേശിച്ചുകൊണ്ട് പലതരത്തിലുള്ള വേദനകൾ, ഉപദ്രവങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പല ആളുകൾക്കും പല ബുദ്ധിമുട്ടുകളുമുണ്ട്. ആ വേദനകൾ, അവശതകൾ ഉണ്ടാകും, ഡോക്ടറെ കാണിക്കും, അങ്ങനെ ഭൗതിക ചികിത്സ തേടും. കൃത്യമായൊരു പരിഹാരം ലഭിക്കാതെയാകുമ്പോൾ അവസാനം ആളുകൾ പറയും, അവിടെ നിന്ന് പോയി വെക്കും, മറ്റോടൊന്ന് പോയി വെക്കുക. അപ്പം പോകൂല. അവസാനം എന്ത് ചെയ്യും? നിർബന്ധിത സാഹചര്യത്തിൽ അവൻ പോവും. അല്ലെങ്കിൽ അവന്റെ കുട്ടിയുടെ വിഷയമാണെങ്കിൽ ഞാൻ പോണില്ല, നിങ്ങൾ കൊണ്ടേക്കോളി എന്ന് പറയും. കൊണ്ടുപോയിട്ട് ഉറുക്കോ ഏലസോ ഇക്കല്ലോ എന്തെങ്കിലുമൊക്കെ മന്ത്രിച്ചൂരിയ ചരലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വല്ല മുട്ടിറക്കലോ കോഴിയിറക്കലോ ഒക്കെ ചെയ്ത് നല്ല കുഫറും ശിർക്കും ചെയ്തിട്ട് അറാമും ചെയ്തിട്ട് കൊണ്ടുവരുമ്പോ ചിലപ്പോൾ എന്താവും? ആ കുട്ടിയുടെ ശ്വാസം തടസ്സം മാറി, വേദനകൾ മാറി, ആ ബുദ്ധിമാന്ദ്യം മാറി, കുട്ടി സംസാരിക്കാൻ തുടങ്ങി, ചാടാൻ തുടങ്ങി, ഓടാൻ തുടങ്ങി. അൽഹംദുലില്ലാഹ്. അപ്പൊ അല്ലാഹുവിന്റെ സ്തുതി. സത്യത്തിൽ എന്തായി? ഈ അള്ളാഹു ഇഷ്ടപ്പെടാത്ത, റസൂൽ പഠിപ്പിക്കാത്ത വഴിയിലേക്ക് അവൻ പോയി. ഈ പോയത് എന്തുകൊണ്ടാ? തൗഹീദ് പ്രബോധനം ചെയ്തു കൊടുക്കുമ്പോൾ ലോകത്തൊരൊറ്റ സലഫി പണ്ഡിതന്മാരും മറച്ചു വെക്കാത്തൊരു വിഷയമാണെന്ത്? ജിന്നുബാധ, സിഹ്ർബാധ, കണ്ണേർ പോലെയുള്ള ഈ പൈശാചിക ഉപദ്രവങ്ങൾ. ആ ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കാത്ത മാർഗം സ്വീകരിക്കരുത്. നമ്മൾ പറഞ്ഞു, ഉറുക്ക് കെട്ടൽ ശിർക്ക്, ഏലസ് കെട്ടൽ ശിർക്ക്, ഖബറിന്റെ അടുത്ത് പോലെ ശിർക്ക് ഒക്കെ പറഞ്ഞു. ശരി, ഈ ശിർക്ക് ഞങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ ഈ ഉപദ്രവം ഞങ്ങൾക്ക് മാറാൻ എന്തുണ്ട് വഴി എന്ന് ചോദിച്ചപ്പോ മുന്നോട്ടല്ല. ഇസ്ലാം അങ്ങനെയുണ്ട്. ഒരു വിഷയത്തിൽ പരിപൂർണതയില്ലാത്ത മതമാണ് ഇസ്ലാം, പൂർണ്ണതയുണ്ട്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടങ്ങുന്ന സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിലൂടെ, താബിഈകളിലൂടെ, കഴിഞ്ഞുപോയതും ജീവിച്ചിരിക്കുന്നവരുമായ സ്വഹീഹായ പണ്ഡിതന്മാരിലൂടെ, സലഫി പണ്ഡിതന്മാരിലൂടെ നമുക്ക് കിട്ടിപ്പോരുന്ന റുഖിയ ശർഈയയുടെ ആത്മീയ ചികിത്സ യഥാർത്ഥ രൂപത്തിൽ നിർവഹിക്കുക എന്ന് പറയുന്ന അവസ്ഥ. ആ ആത്മീയ ചികിത്സ യഥാർത്ഥത്തിൽ നമ്മൾ നിർവഹിച്ചാൽ
സഹോദരങ്ങളെ, ഈ ജ്യോത്സ്യന്മാര്, പണിക്കന്മാര്, ജിന്ന് രവിമാര്, ഈ തരത്തിലുള്ള ദുർഭൂതങ്ങൾ ഒക്കെ ബോധെടുത്ത് പോകും. അതിനെന്ത് വേണം? നമ്മൾ ഓരോരുത്തരും ബോധവാന്മാരാകാം. അതിന്റെ അർത്ഥം ചെറിയൊരു ജലദോഷം ഉണ്ടെങ്കിൽ സിഹിറ്, ഊരവേദന ഉണ്ടെങ്കിൽ സിഹിറ്, അതേപോലെ തളർച്ച ഉണ്ടെങ്കിൽ ജിന്ന് കയറിയതാണ്. ഇങ്ങനെ എല്ലാത്തിനും തൊട്ടിലും പറഞ്ഞിരുന്നും പിശാചിനെ പേടിച്ച് അന്ധവിശ്വാസമായി നടക്കണമെന്നല്ല ഈ പറഞ്ഞത്. അല്ല, അവൻ മുഖ്യ ശത്രുവാണ്, അവന്റെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഒരു ഉൾക്കാഴ്ച ബസീറത്ത് ഈ വിഷയം നമ്മളുണ്ടാകുമ്പോൾ വേണം. അതിനെന്ത് വേണം? ഖുർആൻ കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച രൂപത്തിലുള്ള ചികിത്സാരീതി അല്ലേ, അത് നമ്മൾ പഠിക്കണം. അതാണ് റുഖിയ ശർഇയ്യ, ശർഇയിൽ അനുവദിക്കപ്പെട്ട മന്ത്രം എന്ന് പറഞ്ഞത്. അത് ഏതാ മന്ത്രം? ശർഇ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വൃത്തത്തിൽപ്പെട്ടതാണ്, അഥവാ വിശുദ്ധ ഖുർആൻ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വിശുദ്ധ ഖുർആനെ പറ്റി അല്ലാഹു പറയാണ്, ഈ ഖുർആനിൽ നാം നിങ്ങൾക്ക് കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ട്? മുഅ്മിനുകൾക്ക് ശമനം നൽകിയിട്ടുണ്ട്, ഔഷധം കൂടിയാണ് ഖുർആൻ. ഖുർആൻ ജീവിതത്തിന്റെ ഭരണഘടനയാണെന്ന് സൂറത്ത് യൂസുഫിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം ഖുർആൻ ഒരു ഔഷധമാണ്. ഇതെന്റെ വ്യാഖ്യാനമല്ല, ലോകത്തുള്ള സലഫി പണ്ഡിതന്മാരുടെ തഫ്സീറുകൾ വായിക്കൂ, അതിനുള്ള വ്യാഖ്യാനമാണ്. അപ്പൊ ഖുർആൻ യഥാർത്ഥത്തിൽ എന്താണ്? ഒരു ഔഷധം കൂടിയാണ്. ആ ഖുർആൻ ഔഷധമാണെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഉറുക്കിലാക്കി ഏലസിലാക്കി കെട്ടണമെന്ന അല്ല. അതിന്റെ പേജ് നല്ല ചുടുവെള്ളത്തിലിട്ട് കലക്കിയിട്ട് പായസം പോലെ കുടിക്കണമെന്ന അല്ല. മറിച്ച് ഖുർആൻ ഓതുക, അതുപോലെ അല്ലാഹുവിന്റെ ഉന്നതമായ അസ്മാകൾ, ആ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി പഠിപ്പിച്ചെന്ന ഒരുപാട് സ്ഥിരപ്പെട്ട പ്രാർത്ഥനകളുണ്ട്. അത് നമ്മൾ നന്നായി ഉരുവിടുക. ഇത് നമ്മൾ എന്ത് ചെയ്യുക? ഓരോരുത്തർക്കും ബോധവൽക്കരണം നൽകുക. വീട്ടിൽ നിന്ന് ഫോട്ടോ ഒഴിവാക്കുക, മ്യൂസിക് പൂർണ്ണമായി ഒഴിവാക്കുക, നജസ്സുകൾ വൃത്തിയാക്കുക. ഇത്തരത്തിൽ ബുദ്ധിമുട്ടി നമ്മുടെ കുട്ടികൾക്കോ ഭാര്യക്കോ നമുക്കോ വന്നു നിൽക്കുക, ഉമ്മാക്കോ വന്നു നിൽക്കുക. നമ്മൾ ഭൗതിക ചികിത്സയോടൊപ്പം ഇത് നടത്തിക്കോളി. കേമൊരു ഫത്വയാണ് എന്റെ കയ്യിൽ. സിഹിർബാധ, ജിന്നുബാധ ഉണ്ടെന്ന് സംശയിക്കപ്പെടുന്ന അവസരങ്ങളിൽ ഖുർആൻ കൊണ്ടും അല്ലാഹുവിന്റെ ഉന്നതമായ നാമങ്ങൾ കൊണ്ടും റസൂലിന് സ്ഥിരപ്പെട്ടു വന്ന പ്രാർത്ഥനകൾ കൊണ്ടും ചികിത്സ നടത്താമെന്നാ പറഞ്ഞത്. മന്ത്രിക്കാന്ന് മാത്രമല്ല, ചികിത്സ നടത്താം. അപ്പൊ ചികിത്സ എന്ന ഒരു സമ്പ്രദായം തന്നെ ഇവിടെ ഉണ്ട്. പാടെ അതിനെ നിഷേധിച്ചു. ഒരു വിഭാഗം എന്തായി? ചികിത്സയുടെ വിഷയത്തിൽ അതിര് കടന്നുപോയി. നമുക്ക് രോഗം മാറിയാൽ മതി, അതിന് ചേക്കുട്ടിപ്പാപ്പായാലും വേണ്ടിയില്ല, ഇനി ഏത് പണിക്കരായാലും വേണ്ടിയില്ല, എവിടെ എന്തൊക്കെ ചെയ്യേണ്ടിയാലും വേണ്ടിയില്ല, നമ്മൾ എന്തും ചെയ്യും. ഒരു പ്ലേറ്റിൽ ആ ഔര്യം കെട്ട് വിസർജിച്ച് എന്നിട്ട് ഇത് തിന്നോളിങ്ങനെ രോഗം മാറുന്നതാണ്, അതും തിന്നുക. അന്ധവിശ്വാസികൾ ഒരു വിഷയത്തില് നിലപാട് വിട്ട് അതിര് കടന്നുപോയത്. വേറൊരു കൂട്ടുകാരാ, വേറെ കൂട്ടർ ജിന്നില്ല, പിശാചില്ല, സിഹറില്ല, കണ്ണേറില്ല എന്ന് പറഞ്ഞിട്ട് ഇതിനൊക്കെ പാടെ നിഷേധിക്കുക, മന്ത്രമില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുക. അങ്ങനെ നിഷേധിച്ച ഒരു കൂട്ടർ പോയി. വേറൊരു കൂട്ടരോ ഇപ്പൊ പുതിയൊരു കൂട്ടർ വന്നു. എന്ത്? ജിന്നുണ്ട്, ജിന്ന് ബാധുണ്ട്, സിഹിർ ബാധുണ്ട്. നോക്കി, റുഖിയ ശർഇയുടെ വിഷയത്തിൽ പുളിക്കൽ മദീനത്തുൽ ഉൽമയിൽ വെച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫിയും അതുപോലെ പിയെന്നും അതുപോലെ തന്നെ സക്കരിയ സുലാഹിയും ഒക്കെ അടങ്ങുന്ന പല പണ്ഡിതന്മാരും എടുത്ത തീരുമാനത്തില് ജിന്നുബാധയുണ്ട്. വ്യത്യസ്തമായ രോഗങ്ങൾ ഉള്ളതുപോലെ ജിന്നുബാധ മൂലം രോഗമുണ്ട്. അതിന് ചികിത്സ നടത്തുന്നതോട് കൂടെ റുഖിയ ശർഇയ നടത്താവുന്നതാണ്, സ്വയം കഴിയാത്തവർക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അംഗീകരിച്ചു. എന്നിട്ട് പറഞ്ഞു എന്ത് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ജിന്നുബാധുണ്ട്, സിഹിർബാധുണ്ട്, ഇസ്ലാമിൽ റുഖിയ ശർഇ ഉണ്ട്. പക്ഷേ മനസ്സിലാകാൻ നമുക്ക് ഒപ്പില്ല, റസൂലുള്ളാഹിക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് എന്തായിട്ടുണ്ട്? ഒരാള് മർദ്ദിതനെ സഹായിക്കാൻ പറ്റൂല, ചെയ്തു കൊടുക്കാൻ പറ്റൂല, സ്വയം ഒരാൾക്ക് പ്രാർത്ഥിക്കാം, മന്ത്രിക്കാം, അത്ര അതിനപ്പുറം പറ്റൂല എന്ന് പറഞ്ഞു. ആ ഒരു അവസ്ഥാവിശേഷം പറഞ്ഞിട്ട് ഇത് മൂടി വെക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായി. അപ്പൊ ഒരു കൂട്ടര് എന്തായി? പറ്റേ ഖുറാഫാത്തിലെത്തി, വേറെ കൂട്ടർ നിഷേധിച്ച് കുഫറിലെത്തി, വേറെ കൂട്ടര് ഇത് നിഫാഖായി മൂടി വെച്ചു. ഇനി നമ്മളിത് കൃത്യമായിട്ട് തുറന്നാണ് പറയാണ്. അതിന്റെ പേര് നമ്മൾ പഴഞ്ചന്മാരെന്നും കാലഘട്ടത്തിൽ യോജിക്കാത്തവരെന്നും അന്ധവിശ്വാസത്തിലെ വലിച്ചു കൊണ്ടുപോകുന്നവരെന്നും ജിന്നൂരികളെന്നൊക്കെ വിളിച്ചോളി, സ്വാഗതമാണ്. കാരണം ഇത് ജിന്നൂരിത്തല്ല, ഇത് അല്ലാഹുവിന്റെ റസൂലിലൂടെ പഠിപ്പിച്ച വിശ്വാസമാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ മനസ്സിലാക്കി വീട്ടിൽ നിന്ന് ആദ്യം ഹറാമുകളെ കൊണ്ട് ഉപേക്ഷിക്കുക. പൈശാചിക ശല്യങ്ങൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ കാരണം അതാണ്. മ്യൂസിക് ഒഴിവാക്കുക, സീരിയൽ, സിനിമ ഒഴിവാക്കുക. അതുപോലെ തന്നെ മഹറമായ പുരുഷന്മാരല്ലാത്തവരുടെ മുമ്പിൽ വരുമ്പോൾ ഇസ്ലാമിക വേഷം ധരിക്കുക. അതുപോലെ തന്നെ എപ്പോഴും ഒതുവോടുകൂടി നടക്കുക, ഒത്തുന്ന നിസ്കാരം വൃത്തിയാക്കുക, ദിക്ർ ദുആകളെടുക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളുണ്ടെങ്കിൽ ഉടനെ സ്വയം ഖുർആൻ ഓതുക, ഈ ദിക്ർ ദുആകൾ വെച്ച് മന്ത്രിക്കുക. ദിവസം മന്ത്രിക്കാൻ കഴിയാത്ത തളർന്നു കിടക്കുന്ന ആളാണോ, കുട്ടിയാണോ, ബോധമില്ലാത്തവനാണോ, വീട്ടില് ഹലാലായി ഭക്ഷണം കഴിക്കുന്ന, ഇബാദത്തുകൾ കൃത്യമായി നിർവഹിക്കുന്ന, ശിർക്ക് ചെയ്യാത്ത, വിദഗ്ധ ചെയ്യാത്ത നല്ല വാപ്പുണ്ടെങ്കിൽ, ഉമ്മുണ്ടെങ്കിൽ, ജേട്ടുണ്ടെങ്കിൽ അഞ്ചെണ്ണി ഓൻ ചെയ്തു കൊടുത്തോട്ടെ, നന്നായി ഓതിക്കൊടുത്തു. എങ്ങനെയാണ് റസൂൽ പഠിപ്പിച്ചത്? വലത് കയ്യ് മൂർത്താവിൽ വെക്കുക, എന്നിട്ട് കാതിൽ ഓതിക്കൊടുക്കുക, പ്രാർത്ഥിച്ചു കൊടുക്കുക. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഖുർആൻ ചെന്ന് കഴിഞ്ഞാൽ ശൈത്താൻ നിൽക്കാൻ കഴിയില്ല, എന്തെയും ശരീരത്തിന് ഇറങ്ങിപ്പോകും. അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ടായി, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും
ഉണ്ടായി നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥാവിശേഷം വരുന്നുണ്ടോ എങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉസൂലനുസരിച്ച് സലഫി മൻഹജ് അനുസരിച്ച് ജീവിക്കുന്ന അത് കൃത്യമായി പഠിച്ച റാക്കിമാരുണ്ടെങ്കിൽ അവരോട് വിഷയം പറയാം. ആ റാക്കിമാർ വീട്ടിൽ പോയാൽ ചെയ്തു കൊടുത്തോളി. നമുക്കൊരു കേന്ദ്രം വേണ്ട, നമുക്ക് അതിന് വേണ്ടി പ്രത്യേക ക്ലിനിക്ക് വേണ്ട, ആരും അത് വേണമെന്ന് വാദിക്കുന്നില്ല. പക്ഷേ ബാധയുള്ളവന് സ്വയം ചികിത്സിക്കാൻ കഴിയാത്തവന് പോയി ചെയ്തു കൊടുക്കണം. അവിടെ പിന്നെ ഇജ്ജ് പോകണ്ട, അതിനാലാണ് സംഘടനക്ക് മോശമാണ് അജ്ജാന്റെ പണി വെക്കുക, കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക. കാരണം മർജിദിനെ സഹായിച്ചില്ലെങ്കിൽ നാളെ ശരിക്കും പോകും. അതിന് ഉത്തരം പറയേണ്ട ആരാ? നമ്മളാ. അതുകൊണ്ട് ആ സലഫി പണ്ഡിതന്മാരെ പറഞ്ഞത് ഇത് ഫർള് കിഫയാണ്. ഇന്ന് ഫർള് അതിനല്ല, ഓരോരുത്തരും ബാധ്യത ഉള്ളതല്ല. ഇപ്പൊ ഈ നാട്ടിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി ആരും മയ്യത്തുസ്കരിച്ചില്ലെങ്കിൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾ കുറ്റക്കാരാണ് എന്നതുപോലെയാണ്. ഈ വിഷയത്തിൽ കൃത്യമായൊരു മാഹിറും ഒരു റാക്കിയും ഒരു സമൂഹത്തിൽ നമ്മൾ സൃഷ്ടിച്ചെടുത്തിട്ടില്ലെങ്കിൽ, അത് പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ, സഹോദരങ്ങളെ, ഈ ചികിത്സ കിട്ടാതെ ഒരുത്തൻ ശിർക്ക് പോയ ഉറുക്ക് കെട്ടി ഏലസ് കെട്ടി വ്യാജ തങ്ങന്മാരെ കണ്ട് ഹറാമു മലാല് വെച്ച പൈശാചികതയിലേക്ക് പോയി നരകത്തിലെത്തിയാൽ നാളെ ഖിയാമത്ത് നാളിൽ റബ്ബിന്റെ കോടതി നമ്മൾ ഉത്തരം പറയേണ്ടി വരും. വഖാല റസൂൽ എന്ന് പറയും, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. അത് കബർമോർത്ത് ഓതിയോനും ഉറുക്കു ഏലസ് വൈക്കലാക്കി കെട്ടിയിട്ട് ശിർക്ക് ഹറാമ് ചെയ്തോനും അതുപോലെ തന്നെ സഹോദരങ്ങളെ ഈ രൂപത്തില് കൊണ്ടേ ആൾക്കാർക്ക് മാത്രമല്ല റസൂലുള്ള പരാതി പറയും. അഞ്ചാമത്തെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഖുർആനിന്റെ ആത്മീയ മണ്ഡലങ്ങളെ തള്ളിക്കളഞ്ഞ് ഈ ചികിത്സ ഇവിടെ ഉണ്ടായിരിക്കെ അതൊക്കെ നിഷേധിച്ചുകൊണ്ട് ഭൗതിക ചികിത്സ മാത്രം നോക്കി ഈ ചികിത്സയെ പുച്ഛിച്ചാൽ ഓർക്കെതിരെ റസൂല വിരൽ ചൂണ്ടും. ഇത് മറച്ചു വെച്ചാൽ അവർക്കെതിരിലും ചൂണ്ടും. ഈ ചികിത്സയെ ദുരുപയോഗം ചെയ്താൽ അവർക്കെതിരിലും ചൂണ്ടും. എല്ലാവർക്കെതിരും റസൂല സാക്ഷി പറയും. അതുകൊണ്ട് ഇസ്ലാമിന്റെ വിഷയങ്ങൾ പരിപൂർണമായി പറയാൻ നമ്മളല്ലാതെ ആരുമില്ല. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ കൃത്യമായി പറയുക, ബോധ്യപ്പെടുക. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നാൽ അത് കൃത്യമായി ഖുർആനും സുന്നത്തും അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെ പഠിപ്പിച്ചെന്നോ അങ്ങനെ സ്വീകരിക്കുക. അതിനെങ്ങനെ മഹാന്മാരെ സ്വഹാബത്ത് മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കുക. ആ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി ഇസ്ലാമാകുന്ന വളവൃക്ഷത്തിൽ അല്ലിപ്പിടിച്ച ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകളാകുന്ന അന്ധവിശ്വാസങ്ങളാകുന്ന സകല ഇത്തിക്കണ്ണികളും വലിച്ചു പറിച്ചെറിഞ്ഞ് തനതായി ഇസ്ലാമിന്റെ രാജപാതയിലേക്ക് നമ്മൾ കടന്നു വരിക. ഞാൻ തുടക്കത്തിൽ ചൊല്ലിവെച്ച ആയത്തിന് ശേഷം സഹോദരങ്ങളെ പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലാഹുവിന്റെ ഖുർആനും റസൂലിന്റെ സുന്നത്തും അനുസരിച്ചോ അല്ലാഹു തൃപ്തിപ്പെട്ടവരുടെ കൂടെയാണ്. അവർ സിദ്ദീഖുകൾ, ശുഹദാക്കൾ, അമ്പിയാക്കൾ, സ്വാലിഹുകൾ അവരുടെ കൂടെ സ്വർഗത്തിലെത്തും. അതുകൊണ്ട് ആ സ്വർഗത്തിൽ പൂർണ്ണമായി കടന്നു പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സമൂഹത്തെ വ്യത്യസ്ത രൂപത്തിലുള്ള ആത്മീയ ചൂഷണങ്ങൾ ഒരുക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് അവരെ അകറ്റി അവരെ ചൂഷണം ചെയ്ത് പരലോകം ഇഹലോകം നഷ്ടപ്പെടുത്തുന്ന പൗരോഹിത്യത്തിന്റെ കരാള ഹസ്തത്തിൽ നിന്ന് അല്ലാഹു തആല ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ സംസാരം ജവൻ സ്വാധീനമുണ്ടാക്കി തന്നെ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ ദീനിനെ വളച്ചുകെട്ടില്ലാതെ വക്രതയില്ലാതെ നിയന്ത്രണ വിധേയമല്ലാത്ത രൂപത്തിൽ തുറന്ന് പറയാനും അത് ഈ സമൂഹവും ഞങ്ങളും പൂർണ്ണമായി ഉൾക്കൊണ്ട് തസ്കിയത്തും തർബിയത്തുമുള്ള നല്ല ഒരു വിഭാഗം മുവഹ്ഹിദുകളും മുത്തബികളുമായി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അത്തരത്തിലുള്ള നല്ലൊരു ഉലമാക്കളെയും ആ രൂപത്തിൽ ദീനിനെ പരിചരിക്കുന്ന ഉമറാക്കളെയും നീ ഞങ്ങൾക്ക് നൽകണയല്ല. ഞങ്ങൾ ദുർബലരാണ്, സഹായം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله. പ്രിയ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇന്ന് ഇൻഷാ അല്ലാഹ് അല്പസമയത്തിനുള്ളിൽ ലൈവായി ഒരു പ്രത്യേക വിഷയത്തിൽ സമസ്തക്കാരുടെ ശിർക്കൻ നാരിയ സ്വലാത്തിനെ സംബന്ധിച്ചുള്ള ആ നാരിയ സ്വലാത്ത് ഒരു പോസ്റ്റ്മോർട്ടം എന്ന വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് ഒരു മുഖാമുഖം നടക്കുവാൻ പോവുകയാണ്.
അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ കണ്ണൂരിൽ നിന്നും നമ്മുടെ പ്രിയ സഹോദരൻ സാജിദ് തിരൂരങ്ങാടിയുടെ വളരെയധികം ശ്രദ്ധേയമായ ഒരു പ്രഭാഷണമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. അൽഹംദുലില്ലാഹ്,